ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്നും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ എല്ലാം ഈ ഒരു റിലേഷനിൽ നടന്നിട്ടുണ്ട്. രണ്ടുപേർക്കും വളരെയധികം മനോവേദനകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കാം ഈ ഒരു ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. അത്രയും ആ ഒരു ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്ന് ഒരു ശാന്തതയിലേക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ല. ഒരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് പീരിയഡിലൂടെ ആയിരിക്കണം ഇപ്പോൾ പ്രസന്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർക്കും നോ കോണ്ടാക്ട് പീരിയഡിലൂടെയാണ് പോകുന്നത് എന്നാണ് കാണുന്നത്. രണ്ടുപേരും ഇവിടെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു അനക്കവുമില്ല. ഒരു ജീവനില്ലാത്ത ഒരു അവസ്ഥ ഈ റിലേഷൻഷിപ്പിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു നോ കോണ്ടാക്ട് ആണെങ്കിൽ പോലും പരസ്പരം എന്ത് ചെയ്യുന്നുവെന്ന് അന്യോന്യം അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു പീരീഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരു ഈഗോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാകും. അതായത് നിങ്ങളിൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ. പക്ഷെ രണ്ടുപേരും വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെ ഒരു ആക്ഷനും എടുക്കാതെ നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ഒരു അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പഴയ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും തരാതെ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം. എന്തായാലും നിങ്ങൾക്ക് ഒട്ടും ശ്രദ്ധ തരാതെ ഇവർ മാറിപ്പോയ ഒരു എനർജി നമുക്ക് പാസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിർണായകരമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് അവര് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുത്തു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ആ ഒരു സമയത്ത് അവരെടുക്കുന്ന ആ ഒരു ഡിസിഷൻ നിങ്ങളെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതല്ലാത്ത ഒരു തീരുമാനം ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, ആ ഒരു 2 ഓഫ് കപ്സിന്റെ ഒക്കെ ഒരു എനർജി അത്രയും ഒത്തുചേർന്ന് കൈപിടിച്ചു പോയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. ഇപ്പോൾ കറന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പാസ്റ്റ് മെമ്മറീസിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒന്നായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ എത്ര വേഗമാണ് ഈ ഒരു സെപ്പറേറ്റഡ് ആയി പോയത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് രഹസ്യങ്ങൾ കൊണ്ടു നടന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാകണമെന്നില്ല, അവരൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് അത്രയും ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് സീക്രറ്റ്സ് കാര്യങ്ങളുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രചോദനം തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്നിട്ടുള്ള ഈ ഒരു പേഴ്സൺ കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് അങ്ങ് ഒരു ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ അതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം. നെഗറ്റീവായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ മറ്റു ബന്ധങ്ങൾ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചുറ്റുമുള്ള ആ ഒരു ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള സാഹചര്യം ഇവർ മൂലം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ അവരുടെ ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്റ്റഡീസിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരായിട്ട് നമ്മളെ ചിത്രീകരിക്കപ്പെടുക, ഇതേ തുടർന്ന് നമുക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയും ഹെൽത്ത് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങളുടെ ലൈഫിൽ തന്നെ അത്രയും വെറുത്തു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേറെ ഉണ്ടാകണമെന്നില്ല ആ ഒരു സമയത്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്ന് വീണ് മുങ്ങി താന്ന് പൊങ്ങി വന്നതിന് ശേഷം എനിക്കിനി എങ്ങനെയെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന രീതിയിൽ അവിടെ നിന്ന് പുറത്ത് കടന്നു വരുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു അംബീഷൻസ് ഒക്കെ ആ ഒരു സമയത്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ ഉർവശി ശാപം അനുഗ്രഹം എന്ന രീതിയിൽ ഒരു അംബീഷൻസ് ഒക്കെ നേടിയെടുത്ത നിങ്ങൾക്ക് ഒരു നല്ല നിലയിലെത്താനും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റെസ്പോണ്ടും അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു മൗനമായിട്ട് ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലൊരു പ്രതിബദ്ധതയൊന്നും അങ്ങോട്ട് നിങ്ങൾ കാണിക്കുന്നില്ല, ഒരു വേണ്ട റെസ്പോൺസ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നും നേരിട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇവർ കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ സ്റ്റിൽ അവരെ വെറുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും അത്ഭുതമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ തീർത്തും വേണ്ട എന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അതുപോലെയുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു അഡിഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു പേഴ്സണോട് വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിനോട് അത്രയധികം അഡിക്റ്റഡ് ആയിരുന്നിരിക്കാം. അപ്പം ഇവരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഇവരോട് സംസാരിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് വളരെയധികം മുന്നോട്ട് ബോൾഡായിട്ട് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്രത്തോളം ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചൊക്കെ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷമൊക്കെ നോക്കി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പലരെയും വിശ്വസിക്കുകയും എല്ലാവരെയും തന്നെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആരെയും ഒന്ന് ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഒരാളെയും നിങ്ങൾ ഇനി കണ്ണടച്ച് വിശ്വസിക്കുകയും ഇല്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ഒരു സിമ്പതി ഒന്നും ഇനി നിങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ആ ഒരു ഇതൊന്നും നിങ്ങൾക്കിനി വേണ്ട. അവരുടെ സിമ്പതിയോ വിഷമിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ആ ഒരു കാര്യങ്ങളൊന്നും ഇനി ലൈഫിൽ. നിങ്ങൾ എന്താണോ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു എങ്കിലും സ്റ്റിൽ ആ ഒരു പേഴ്സണോടുള്ള ഒരു ഫയർ ഇപ്പോഴും കെടാതെ മനസ്സിൽ കിടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ക്ഷമിക്കാനും അവരെ സ്വീകരിക്കാനും ചിലപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രോമാസ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന നിങ്ങളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് ഒരു കോണ്ടാക്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാകാം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുമില്ല, അതിനുശേഷം പിന്നെ വന്നു പോകുന്നു. അതായത് ഒരു ഓൺ ആൻഡ് ഓഫിൽ പോകാനൊന്നും നിങ്ങൾ ഇനി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഒന്നും വേണ്ട, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ എനിക്ക് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇതിൽ നിൽക്കുന്നുള്ളൂ എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. നിങ്ങളുമായിട്ട് ഈ ഒരു എനർജി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അതായത് സ്വയമായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി ജസ്റ്റ് ഒന്ന് വന്ന് തല കാണിച്ചിട്ട് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുന്ന രീതിയിലല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉള്ളത്. കാരണം അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്ന്. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സൈലന്റ് എന്ന് പറയുന്നത്, സൈലന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയധികം ആ ഒരു പേഴ്സൺ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ. അതായത് ഈ ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, നിങ്ങളെന്ന വ്യക്തിയിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ഒരുപാട് തീരുമാനിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പലതവണ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സണ് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും അവരെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. സെയിം രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. അവർ തന്നെ വിചാരിച്ചാൽ പോലും ഇതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ ആ ഒരു സമയത്ത് ഫിസിക്കലി നമ്മൾ സെപ്പറേഷനിലാണ് എങ്കിലും നമ്മുടെ പേഴ്സന്റെ മെമ്മറീസ്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന മെമ്മറീസും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നിടത്തോളം കാലം ആ ഒരു ബന്ധം അവസാനിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. എപ്പോഴാണോ നമ്മൾ ആ ഒരു ബന്ധം മാനസികമായിട്ട് വേണ്ട എന്ന് വെക്കുന്നത്, അപ്പോഴാണ് ആ ഒരു ബന്ധം അവസാനിക്കുന്നത്. ഈവൻ ചില വ്യക്തികൾ ഒരുമിച്ചാണെങ്കിൽ പോലും മാനസികമായിട്ട് ഒരടുപ്പമില്ലാത്ത ആൾക്കാരുണ്ടാകും. അവിടെ ബന്ധം കൂടെ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആള് കൂടെ ഉണ്ടെങ്കിൽ പോലും എന്നേ ആ ഒരു ബന്ധം അവസാനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു റിലേഷനിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ ബന്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ പലരുടെ മുൻപിലും നിങ്ങളുടെ ചിന്തകളിലും ഈ ഒരു ബന്ധം അവസാനിച്ചെങ്കിലും ഈ ഒരു റിലേഷൻ ഇപ്പോഴും ഒരു ഫയർ എനർജി തന്നെയാണ് കൊടുക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ട് സാധിക്കാത്തത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ബ്രെയിൻ പറയുന്നതല്ല നിങ്ങൾ കേട്ടിരുന്നത്, ഇമോഷൻസ് പറയുന്നതായിരുന്നു നിങ്ങൾ. അതായത് ഹാർട്ട് പറയുന്ന കാര്യങ്ങൾ, ഇമോഷൻസിനായിരുന്നു നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയതും ആ ഒരു രീതിയിൽ പോയത് കൊണ്ടാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് വരുന്നത് സ്പിരിച്വലി നിങ്ങൾ ഒത്തിരി ഇംപ്രൂവ്ഡ് ആയി എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൽ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ മാറിയിരിക്കുന്നു. എനിക്കുള്ളതാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എനിക്ക് തന്നെ ലഭിക്കും, എനിക്കുള്ളതല്ല എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് കിട്ടില്ല എന്നൊരു തരത്തിലേക്ക് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് വലിയൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ഒരു ഫീലിങ്സ്, കൂടുതലായിട്ടും ഒരു ഫിസിക്കലി, എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഫിസിക്കലി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് വരുന്നു ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ എന്നോട് ഇങ്ങനെ ഫിസിക്കൽ അട്രാക്ഷൻ ആണോ കൂടുതലായിട്ടുള്ളത്, ഇതിനു വേണ്ടിയിട്ട് മാത്രമാണോ എന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർത്തിയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്കാണെങ്കിലും ഒരു വളരെയധികം ആകർഷണം, അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉടനെ തന്നെ അവസാനിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് അവസാനിക്കുന്നതിന് മുന്നമുള്ള നിങ്ങളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവരെന്നിലേക്ക് വരട്ടെ, ഞാൻ ഇത്ര നേരം അവരുടെ പുറകെ നടന്നില്ലേ, ഇനി അവരെന്നിലേക്ക് വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതും നേരെ ഓപ്പോസിറ്റ് ആണ്, നിങ്ങൾ അവരിലേക്ക് ചെല്ലട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അവർ വരട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, സെയിം ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം അവർ എന്നിലേക്ക് വരികയായിരുന്നെങ്കിൽ എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ആഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിഗൂഢതയാണ് അവർക്കുണ്ടാകുന്നത്. നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. രഹസ്യങ്ങൾ, പല സീക്രറ്റ്സ് ഒക്കെ നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, അവരെ മറന്നുപോയോ, എന്തെല്ലാം ആണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നേരത്തെ ആണെങ്കിൽ നിങ്ങൾ ഇവരുടെ ഒരു പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങനെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇവരോട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളോട് സംസാരിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് അത് നോക്കുമ്പോൾ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പൊ ഇവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും കിട്ടുന്നില്ല. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കും അവർക്കും ഒരു സെയിം എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്ത് കടക്കാനായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പുറത്ത് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. നിങ്ങളെ തമ്മിൽ വീണ്ടും ഒന്നിക്കാനായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ പോലും ഉണ്ടാകുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ പവർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകന്നു പോകേണ്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടേ നിങ്ങളത് മോൺ ചെയ്ത് പോകാൻ സാധിച്ചേനെ നിങ്ങൾക്ക്. അപ്പോൾ അത് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയും ഒരു ഹാർട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വരില്ലായിരുന്നു. അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ അകന്ന് പോകേണ്ടതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിച്ചേനെ. പക്ഷെ നമുക്കിവിടെ ഒരു ഫയർ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളും അവരും ഒരുമിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഫയർ എനർജിയുടെ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഒക്കെ ഇതിനു മുന്നും ഒക്കെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന ഒരു ഡിവൈൻ ടൈമാണ് ഇതെന്നാണ് കാണുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കാണ് ഈ ഒരു ജസ്റ്റിസ് കിട്ടാതിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി നാളെ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അന്നൊന്നും നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റിസ് കിട്ടിയില്ല എന്നാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ ടേൺ ആണ്, നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കടിഞ്ഞാൻ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ച് കരയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും, എൻ്റെ കണ്ണീര് ഈ ഒരു യൂണിവേഴ്സ് കാണുന്നില്ലേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അത്തരം ചിന്തകൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇവിടെ വളരെ പോസിറ്റീവ് എനർജീസ് ആണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Clues related to this reading. Okay. Clues related to this reading. Clues related to this reading. Okay. First clue നമുക്ക് വരുന്നത് 2003 എന്ന് പറയുന്ന ഒരു വർഷമാണ്. Second clue, mole on right cheeks. അതുപോലെ തന്നെ you can trust എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. Number 33, 1987. Number 6, റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. ഷോർട്ട് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഷോർട്ട് ഹെയർ ആയിരിക്കാം. ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ക്രേസി എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. ബേക്കർ, ലെറ്റർ എക്സ്, 1986. പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ബ്ലൂ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. റൈഡിങ് കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളറ്. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. നമ്പർ 5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ടെക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ലെറ്റർ എഫ്, ലെറ്റർ എസ്, നമ്പർ 23. അതുപോലെ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നു. 1998. നെക്സ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. എബ്രോഡ്, ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ 1997 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നു. മാർച്ച് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 29, നമ്പർ 29 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 42 കിട്ടുന്നുണ്ട്. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. ചെസ് കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ്, ഓക്കെ. അതുപോലെ തന്നെ 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രൗൺ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്, വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്പർ 55 ആണ്. അതുപോലെ ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്. ലോങ് മെയിലൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലൂ, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. റൈഡർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. നമ്പർ 39 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, വീണ്ടും നമുക്ക് ടാറ്റു എന്ന് പറയുന്ന ഒരു കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എവിടെയെങ്കിലും ഒക്കെ ടാറ്റുകൾ കയ്യിലോ കഴുത്തിലോ ഒക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കെയറിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. അതുപോലെ മെഡിക്കൽ ഫീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.